എന്താ സാധനം? എന്തൊരു ബ്ലാക്ക് സാധനം കാണുന്നേ. അടിപൊളി പൂക്കളതാ. ഹായ്, wow, beautiful. Only one dog. സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പതാ കിട്ടിയിരിക്കുകയാണ്. ദിസ് ഈസ് ദ പ്ലേസ്. സൂപ്പർ പ്ലേസ്, അടിപൊളിയാണ്. നല്ല എൻജോയ് ചെയ്ത് നിൽക്കാൻ പറ്റിയ സ്ഥലമാണ്. ഒന്ന് രണ്ട് പേരും കൂടി ഉണ്ടെങ്കിൽ പൊളിയായിരുന്നു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, പക്ഷേ ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഞാൻ ഒറ്റയ്ക്ക് എന്ത് രസാ. നല്ല കാറ്റുണ്ടായിപ്പോയി, അല്ലെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യാം. ഒരു കഷ്ണം പേപ്പർ നോക്കിയാൽ കാണൂല താഴെ. നോക്കൂ, ഞാൻ പലപ്പോഴും എൻ്റെ സൈക്കിളിനൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണം പേപ്പർ ഒരിളക്കം എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടി പേപ്പറൊക്കെ നോക്കിയാലേ കിലോമീറ്റർ പോയാലും കിട്ടില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു വേസ്റ്റ് പേപ്പർ, ഒരു സാധനം റോഡുമ്പോൾ കാണുന്നില്ല. ഇവിടെ നിന്നല്ല, പൊതുവെ യൂറോപ്യൻ കൺട്രികളിൽ എങ്ങനെയാണ്, ഭയങ്കര നീറ്റായിരിക്കും. ഇവിടെ ഒന്നും ഒരു വേസ്റ്റ് പോലുമില്ല. ഒരു കഷ്ണം പേപ്പർ കിട്ടാനില്ല. ഇതൊക്കെ ഇനി വരും കേട്ടോ. ചെടികൾ ഇപ്പോൾ കൊമ്പുകൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ തളിർത്ത് വരും. ബ്യൂട്ടിഫുള്ളായി ഇനി അങ്ങോട്ട് കാണാൻ നല്ല മനോഹരമുള്ള സമയങ്ങളാണ്. ഇവിടുന്ന് ഗോതമ്പർഗിലേക്ക് 200-ലധികം കിലോമീറ്റർ ഉണ്ട്. എനിക്ക് ഹൈവേ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹൈവേ അതെനിക്ക് പറ്റില്ല. ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് കയറി ഇറങ്ങി വഴികളിലൂടെ പോകാൻ പറ്റുള്ളൂ. ഹായ് ഒലിവർ. ഹായ് ഫ്രണ്ട്. Hi. I'm a little bit afraid, dogs. Hi. Wow, beautiful. Only one dog? Yeah, only one dog. Okay. He's 1 year old as well. Oh, nice. Cute. Your name? Frederick. Yeah, Frederick. Frederick. Next city, how far it is? It's 50 minutes drive. It's like, well, there is a little town here, just Little town. 1 kilometers. Okay, it's going to near the beach, right? Is there Yeah, beach? yeah, exactly. 1 kilometer to the next little village, and then it's an what would it be, the bike? Maybe half an hour bike. Half an hour bike. Yeah. Yeah, nice Tesla. Do you have like an Instagram or? Yes, I have Instagram. You'll get all the updates. My Instagram name is EcoWheeler. Ecovillas. Yeah. You work. Yeah, I'm a worker. I do building. Is this I'm a project manager. project manager? Oh, nice. Working Gothenburg or Helsingborg. Hessen? This is your house. Yeah. Beautiful house. Cute. Your houses are very cute. Did you visit India before? Sorry? Did you visit India before? If I did what? Did you visit India before? No, I haven't. No. No? No. You have to. Please come. You are Yeah. welcome to. I am coming from South India, down part, Yeah. from Kerala. It's God's own country. You can come. Yeah. It's a full greenery, beachside, but the weather is not like this. It's a bit hot. Now the temperature there around 40, 35, 40. But January, December and January is nice weather.
Yeah. If you are planning to come to December, India, January is best. better December, January I plan. haven't been to Asia. I've been to a lot of other countries, but never into Asia. Okay, okay. Okay, anyway, nice to meet you. Nice to meet you. Okay, Take bye care. bye. Enjoy your journey. Thank you so much. അവിടെ ഒരു സാധനം ഗാർഡനിലൂടെ ഇങ്ങനെ പോകുന്ന നോക്കി ആളൊന്നുമില്ല. അത് പുല്ല് കട്ട് ചെയ്യുന്ന മെഷീനാന്ന് തോന്നുന്നത്. അപ്പോൾ അതൊറ്റയ്ക്ക് മറ്റേ നമ്മുടെ ഇപ്പോഴത്തെ വീടിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അതേപോലെ അതങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന. വീടിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ ഗാർഡൻ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ചെയ്യുന്നത് കാണുന്നത്. അവിടെ എത്തിയിട്ട് മുമ്പ് തിരിക്കോ? അവിടെ തിരിഞ്ഞ് തിരിഞ്ഞിരുന്ന വഴിക്ക് പോകുന്ന അങ്ങോട്ട്. നൈസ്. ഹായ്. കാക്കട്ടോ, എന്താ സംഭവം? കാക്കട പോലെ ഉണ്ടല്ലോ. ബൈക്കേഴ്സ് എല്ലാവരും കൂടി പോകുന്നുണ്ട്. ഇനി മെല്ലെ ഇവിടെ കുറേ നേരമായി റെസ്റ്റ് എടുക്കുന്നു. ഒടുക്കത്തെ കാറ്റാണ്, ഒരു രക്ഷയില്ല. എന്താ ചെയ്യുന്നത്? ഫ്ലാഗ് പറക്കുന്നാണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞമ്മണ്ട കാറ്റാണ്. ആളുകൾ കുറെ കൂടി ബൈക്കാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ ലൂന പോലത്തെ വണ്ടികളാണ് ഇവിടെ. ഈ പുള്ളിയുടെ RX-100 പോലത്തെ ഒരു സാധനമാണ് ആ പുറകിൽ ആള് യൂസ് ചെയ്യുന്നത്. RX-100 അല്ല, അതുപോലത്തെ ഒരു സാധനം. ഇന്ന് അത്യാവശ്യം നല്ല ചൂടുള്ള. ഇന്ന് മാക്സിമം 22 ഡിഗ്രി സെൽഷ്യസ് ആണ് പറയുന്നത്, മാക്സിമം. മിനിമം 12. ഇപ്പോൾ ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ആഘോഷങ്ങളായിരുന്നു ഇന്നലെയായിരുന്നു അതിൻ്റെ. ആളുകളൊക്കെ, കുട്ടികളൊക്കെ, ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം. കുട്ടികളൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇവിടുത്തെ ഒരു ഇതാണ്, കൾച്ചറാണ്. ഞാനത് പറയുന്നത് വിചാരിച്ചാൽ അത് പ്രൊമോട്ട് ചെയ്യല്ല. ഇവിടെ യങ്സ്റ്റേഴ്സ് ഡ്രിങ്ക്സൊക്കെ കഴിച്ച് ഫയർ വർക്ക്സൊക്കെ നടത്തി അങ്ങനെ എന്തൊക്കെയോ പരിപാടികളാണ് ഇവിടെ. ചൂടിലേക്ക്, തണുപ്പ് കാലം കഴിഞ്ഞ് ചൂടിലേക്ക് പോകുമ്പോൾ. കാരണം കുറേ കാലം ഇവിടെ സ്നോ ഒക്കെ ആയിട്ട് തണുപ്പായിട്ട് ആളുകളൊക്കെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു നല്ല കാലാവസ്ഥ കിട്ടിയതിൻ്റെ ആഘോഷമാണ്. ഇവരുടെ കൾച്ചറാണ്. അപ്പോൾ അത് അവരാഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ ക്ലൈമറ്റ്. ഓക്കെ, ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. എനിക്ക് ഒരു ജോയിൻറ്റ് പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് നാട്ടിൽ വന്നിട്ട് ഒഴിച്ചിലൊക്കെ നടത്തേണ്ടി വരും മിക്കവാറും. ഏതാണ്ട്
അടിപൊളി പൂക്കളതാ. അടിപൊളി പൂക്കള് ഒരുപാടുണ്ട്. ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്. ആരോ നട്ടു വളർത്തുന്നതാണോന്ന് അറിയില്ല. എന്തായാലും യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളി. ഇതിന്റെ തൊട്ടടുത്ത് മനോഹരമായൊരു നദി ഒഴുകുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് റൈറ്റ്, റൈറ്റ്. 2 മിനിറ്റ് നടക്കാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ലീവ് ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലാ. ആരും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങൂലെന്ന് തോന്നുന്നു. എല്ലാവരും വീട്ടിൽ ഇറങ്ങും. സിറ്റിയിൽ നല്ല തിരക്കുണ്ടാവും. കാണുന്നത് ഇവിടുത്തെ ടൗണാന്ന് തോന്നുന്നു. ഇത് ഏതാ ടൗണിന്റെ പേര്? എന്താ സാധനം? എന്തൊരു ബ്ലാക്ക് സാധനം കാണുന്നേ. തോക്ക്, ഗൺ, ഗണ്ണ് ഗണ്ണ് ഗണ്ണ്. വാ, വേണ്ട, വെറുതെ പണിയാക്കണ്ട. അതവിടെ തന്നെ നിന്നോട്ടെ. അതായിരിക്കും എൻ്റെ ഫിംഗർ പ്രിൻ്റ് കൈമിൽ വന്നിട്ടുണ്ടാവുമല്ലോ. ഓ, ഫിംഗർ പ്രിൻ്റ് പ്രശ്നമാവോ? എന്നിട്ട് ആരും കാണാൻ പോകുന്നില്ല. കാട്ടിലത്. ഫുഡടിയൊക്കെ കഴിഞ്ഞു. എൻ്റെ കയ്യിലൊരു ഫ്ലാഗ് മിസ്സായി. 2 ഫ്ലാഗ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ രണ്ടാമത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കാറ്റല്ലായിരുന്നു. കാറ്റത്ത് പാറിപ്പോയി. I got one friend from Switzerland. എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടെന്ന്. സ്വിറ്റ്സർലാൻഡാണ് ആള്. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ജർമ്മനി കയറി അങ്ങനെ വരികയാണ്. ഞാൻ പോകുന്ന ഏകദേശം അതേ റൂട്ടിലാണ്. ലണ്ടനിലേക്കല്ല. ഒരു കുതിര ഫാം. ഇതാ കുതിര ഫാമിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ നല്ല മണാണ്. ഇഷ്ടംപോലെ കുതിര ഫാമുണ്ട്. ആ സൈക്ലിസ്റ്റ് പോയി. ആ സൈക്ലിസ്റ്റ് റൂം ബുക്ക്ഡ് ആണ്. അപ്പം റൂമിൻ്റെ അടുത്തെത്തിയപ്പോൾ അവർ പോയി. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. അടിപൊളി സേഫ്റ്റി വാട്ടറാണ്. ഞാനിങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങോട്ട് ടെൻ്റ് അടിച്ച് കൂടും. ഇവിടെ വേണോ ബീച്ചിൽ വേണോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ബീച്ച് സൈഡിലാക്കിയാലോ? നോക്കട്ടെ. ഇപ്പോഴല്ല, ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ട്. അയ്യോ, ഇതെവിടെയാ? കാണുന്ന ബീച്ചാണ് ആ സൈഡിൽ. വളരെ അടുത്താണ് ബീച്ച്. എന്തായാലും ഇപ്പോൾ ഇന്നെന്തോ സംഭവിക്കാനുണ്ട്. ആ സംഭവിക്കാനുള്ള എന്താ നോക്കട്ടെ. ഓരോ ദിവസവും അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവിക്കലാണ്. ഒന്നും പ്ലാൻഡ് അല്ല. അത് എല്ലായിടത്തും ഉണ്ടല്ലോ ഈ റോബോട്ട് പുല്ല് വെട്ടുന്ന.
അടിപൊളി പശുക്കളാണല്ലോ സ്വീഡനത്തെ. ഒക്കത്തിനും തലൻ്റെ അവിടെ വെള്ളം നിറഞ്ഞു. ഉടല് ഓൾമോസ്റ്റ് ബ്രൗൺ ആണ്, തല മാത്രം വെള്ള. ഫ്രണ്ട് പോകുന്ന മുതൽ ഇതൊക്കെ അങ്ങനെ തന്നെ, ഒരു യൂണിഫോം ഇട്ട മാതിരി ഉണ്ട്. ഇതാ അതിൻ്റെതും അങ്ങനെ തന്നെ, എല്ലാത്തിൻ്റെ അങ്ങനെ തന്നെ, തല മാത്രം വെള്ള നിറം. ഉടലധികവും ബ്രൗണ്. മാറിപ്പോയില്ല ഇങ്ങനെയാണെങ്കിൽ, ഇരട്ടകളെ കാണുന്ന മാതിരി. നല്ല യമണ്ടൻ പശുക്കളാണ്, എല്ലാത്തിൻ്റെ അങ്ങനെ തന്നെ, ഒന്നല്ല. സ്വീഡൻ വില്ലേജ് കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. കണ്ടോ, ഇതൊക്കെ ആരെങ്കിലും ഒന്ന് കണ്ടാൽ നമുക്ക് സംസാരിച്ച് അകത്തൊക്കെ കയറാം. ഇത് ആരും ഇല്ലാതെ ഒരു കോളിംഗ് ബെല്ല് പോലും അവിടെ ഉണ്ടാവില്ല. ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നായ്ക്കളുണ്ടെങ്കിൽ ഓടിക്കുകയും ചെയ്യും. ആരെങ്കിലും ഒന്ന് കണ്ടു കിട്ടിയാൽ നമുക്കൊന്ന് ഹെഡ് ചെയ്ത് അകത്ത് കയറാൻ. ഒരു മനുഷ്യനെ പുറത്ത് കാണൂല. ഇവിടുത്തെ അടിപൊളി ഫുട്ബോൾ സ്റ്റേഡിയം കണ്ടോ, ഗ്രാമത്തിലൊരു സ്റ്റേഡിയമാണ്. അവിടെ ഗാലറി ഉണ്ട്, നല്ല പച്ച പരവതാനി വിരിച്ച മാതിരി അടിപൊളി പുല്ലതാ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതൊക്കെ നാച്ചുറലാണ്, ആർട്ടിഫിഷ്യൽ പുല്ലല്ല. ഇത് രസാ. എല്ലാ വീടിന് മുമ്പിൽ ഇതുപോലൊരു കാരവൻ ഉണ്ടാവും. ഒരു ക്ലൈമറ്റ് പറ്റാതാകുമ്പോൾ ഒരു മെല്ലെ സ്ഥലം വിടും. ഒരു അടിപൊളി വീടതാ. ഞാനൊന്ന് ബീച്ചിൽ പോയി നോക്കട്ടെ. ബീച്ചിൻ്റെ സൈഡിൽ കൂടെ റോഡ് കാണിക്കുന്നുണ്ട്. റോഡിലൂടെ പോയി മടുത്ത് ഇനിയൊരു ചെറിയ പോയി നോക്കാം. ജസ്റ്റ് എ ട്രൈ. ഓ, റോഡ് ഇവിടെ തീർന്നാ, ബീച്ചിലേക്ക് പോകാൻ കഴിയില്ല. റോഡ് അവിടെ കഴിഞ്ഞല്ലോ. ഇപ്പൊ നമ്മള് ബീച്ചിലെത്തും. ഞാൻ വിചാരിച്ചു റോഡ് അവിടെ തീർന്നു. ആരെങ്കിലും ഒന്ന് കണ്ടാൽ ഞാൻ ഇപ്പം നിർത്തും കേട്ടോ. ഒരു ഹായ് പറയാൻ ഒരാളെ കിട്ടാൻ ഞാൻ കാത്തിക്കുക. ആരെയും കിട്ടുന്നില്ല. ഇവിടെ ഒരാളെ കാണുന്നു. ഇവിടെ ഒരു അടിപൊളി ചെറിയൊരു വില്ല ഇട്ടിട്ടുണ്ട്. ഈ ബോക്സൊക്കെ ഓരോ വീടിൻ്റെ ഇതാണ്, പോസ്റ്റ് ബോക്സ് കേട്ടോ. ഹായ്, ഹൗ യു? I'm fine. Your name? Olaf. My name Faiz. You're Faiz. Yeah. Hello. Are you a cyclist? Or? No, I'm not a Yeah, no. I have a lot of friends who are cycling. Yeah. Here, everywhere cyclists are there. Cars are very not that much, but everywhere cyclists exploring Sweden. Yeah. That's fantastic. I work in Denmark, so I know Denmark. Yeah, Denmark people. I was with the Denmark family few days. Yeah. They are inviting me to house and stay with them. It was nice experience. Fantastic. Fantastic. Good. And now you're leaving for Gothenburg. Yeah, tomorrow I'll go to Gothenburg. So today somewhere I'll camp. Yeah. In Sweden, camping is legal, no issues. I think. I'm planning. Is there any beautiful beaches for camping? I would go out because it's nice weather now. Yeah. So I would go out on that. So if you go, there's what's it called, a lighthouse. Yeah. There is. I can see one. Yeah, outside there. I would go there. Okay. And a little bit further back, you will find some place to camp. Oh, nice. I think it would be nice. It's good. Okay. Yeah. Then you can take a swim in the ocean. Swim in ocean also.
കഫേ. ഹായ്. നമുക്കൊന്ന് അവിടെ പോയാലോ? ബീച്ചിന് സൈഡിലൂടെയുള്ള വഴിയാണ്, ഒരു കാട്ടിലൂടെ പോകുന്ന പോലെ. തൊട്ടടുത്ത് ബീച്ച്, ഇതിൻ്റെ അപ്പുറത്ത് ബീച്ചാണ്. ഈ റൂട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്, പോയേക്കാം. ഞാൻ മെയിൻ റോഡ് ഒഴിവാക്കി, ഇനി ഇങ്ങനത്തെ റൂട്ടിലൂടെ പോവാ. ആഹാ, ശരിക്കും കാട് കേട്ടോ, ഒരു കൊടുങ്കാട്ടിൽ വന്നൊരു ഫീല്. ഇതിൻ്റെ മുകളിലൊരു ബിൽഡിംഗ് കാണുന്നുണ്ട്. അത് വീടാണോ അതെന്തെങ്കിലും കോട്ടയാണോ പാലസാണോ എന്താണെന്നറിയില്ല. അല്ലെങ്കിൽ കിട്ടില്ല. സെറ്റപ്പാണുള്ളത്, നല്ല രസമുണ്ട്. ഗ്രീൻ അതെന്തോ ഒരു കോട്ടയാ, കടലിലേക്ക് കാണാമല്ലോ. ഇതിൻ്റെ ഈ സൈഡ് ഇതാ കോട്ടയുടെ, ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. പണ്ട് കാലത്ത് ഉപയോഗിച്ച കോട്ടയെന്ന് തോന്നുന്നു. ഇവിടെ കുറേ തുർക്കി പീപ്പിൾ ഉണ്ട്. എന്താ കാണുന്നേ? പള്ളിയാണോ? കണ്ടിട്ട് പള്ളി പോലെ ഉണ്ടല്ലോ. പള്ളിയാന്ന് തോന്നുന്നു. ഇനി എവിടെ സ്ഥലം കിട്ടിയാലും ഞാൻ ടെൻ്റ് അടിക്കും. കാരണം സമയം 7:20 ആവുന്നു. ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല. കണ്ടാൽ ഞാൻ പെർമിഷൻ ചോദിച്ച് ഞാൻ കയറി ടെൻ്റ് അടിച്ചേനെ. നേരത്തെ ബീച്ചായിരുന്നു നല്ലത്, അതേതായാലും പോയി. നോക്കട്ടെ. വിജനമായ സ്ഥലം, ആരെയും കാണുന്നില്ല. ഇങ്ങനെ ഇന്നത്തെ ലോങ് യാത്ര തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഞാൻ കുറേ നേരമായി ഒരു പ്ലേസ് നോക്കുന്നു സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പതാ കിട്ടിയിരിക്കുകയാണ്. ദിസ് ഈസ് ദ പ്ലേസ്. സൂപ്പർ പ്ലേസ്, അടിപൊളിയാണ്. നല്ല എൻജോയ് ചെയ്ത് നിൽക്കാൻ പറ്റിയ സ്ഥലമാണ്. 1-2 പേരും കൂടി ഉണ്ടെങ്കിൽ പൊളിയായിരുന്നു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, പക്ഷേ ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഞാൻ ഒറ്റയ്ക്ക് മതി, എനിക്കതൊരു വിഷയമല്ല. എല്ലാവരും ചോദിക്കും, ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പം മടുപ്പ് വരൂലേ, ബോറടിക്കില്ലേ? നെവർ. അങ്ങനെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതാണ് ഉത്തരം. നമുക്ക് നമ്മളായിട്ട് ഇങ്ങനെ എന്താ പറയുക, കമ്പനി കൊടുത്ത് അങ്ങനെ പോവാം. പലപ്പോഴും പല ആളുകളും കമൻ്റ് ഇടാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ആത്മകഥം പറയുന്നത്. അത് ഒറ്റയ്ക്കുള്ള യാത്ര ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തിനാണ് ഈ ആത്മകഥം പറയുന്നത്. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കണം, ആരുമില്ല, അതുകൊണ്ട് നമ്മളോട് തന്നെ സംസാരിക്കുന്നൊരു രീതിയാണ്. അപ്പോൾ
ടുഡേ ഐ എം ഗോയിങ് ടു സ്റ്റേ ഹിയർ. ഈ വെള്ളത്തിൽ കുളിക്കാൻ പറ്റുമോ അറിയില്ല, കച്ചറ വെള്ളം തോന്നുന്നു. അപ്പുറത്തേക്കാണെങ്കിൽ കറക്റ്റ് കടലിൻ്റെ ഇത്. ഇവിടെ അപ്പുറത്തേക്ക് പോവാം, പക്ഷെ വേണ്ട, ഇത് മതി. ഞാൻ സേഫായിട്ടുള്ളൊരു സ്ഥലം കുറേ നേരമായി, അതും എനിക്കൊരു ബീച്ചിൻ്റെ സൈഡിൽ വേണമെന്നുണ്ടായിരുന്നു, ആളില്ലാത്ത സ്ഥലം വേണമെന്നുണ്ടായിരുന്നു. ഏകദേശം ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ ഏകദേശം അടുത്തുള്ളൊരു സ്ഥലം എത്തിയിട്ടുണ്ട്. അവിടെ കുറേ ക്യാമ്പർ വാനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശരി, ഞാൻ എൻ്റെ പണി തുടങ്ങട്ടെ, ക്യാമ്പ് സെറ്റ് ചെയ്യട്ടെ, ടെൻ്റൊക്കെ അടിക്കട്ടെ. ടെൻ്റൊക്കെ അടിച്ചു, പ്രാണികളുണ്ട്, വേഗം കയറണം ടെൻറ്റിൽ. ഇതാണ് ടെൻ്റ് അടിച്ച സ്ഥലം. നല്ല കാറ്റുണ്ട്, പിരിഞ്ഞ കാറ്റാ. ഗ്രൗണ്ടിൽ ഓരോ ഇതൊക്കെ കൊടുത്തിട്ടാണ്, സ്റ്റേ ഒക്കെ കൊടുത്തിട്ടാണ് അടിച്ചത്, അല്ലെങ്കിൽ ഇത് പാറിപ്പോവും. അതാണ് ബെഞ്ചിൻ്റെ അപ്പുറം കൊടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒന്ന് ചെയ്ത് തന്നേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോവാം.